ഇന്ന് നമ്മൾ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടച്ചക്ക ബജ്ജിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കടച്ചക്ക ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബജ്ജിയും ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു മാവിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു ബാറ്റർ കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഒരു കടച്ചക്കയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുക. അതായത് നമ്മൾ ആ കടച്ചക്ക മുറിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കളർ മാറാതിരിക്കാൻ, കുറച്ച് കളർ മാറും എന്നാലും ഒരുപാട് കളർ അങ്ങ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മുറിക്കുന്ന സമയത്ത് കടച്ചക്കയുടെ ഈ ഭാഗം ഒന്നങ്ങ് മുറിച്ച് മാറ്റി കളയാം. എന്നിട്ടിത് നല്ല കട്ടി കുറച്ചിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. കട്ടി കൂടി പോവരുത്. മുറിച്ചെടുക്കുന്നത് അപ്പം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ ഒരു 1-2 തവണ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഈ ഒരു കടച്ചക്ക ബജ്ജിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായി പോകരുത്. അങ്ങനെ കട്ടിയായി പോയാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് ആ ഒരു മാവ് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചക്ക വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു കടച്ചക്ക സോഫ്റ്റായിട്ട് വെന്തിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാല ആക്കുന്നതിന് മുൻപ് നമ്മൾ ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ മസാല ആക്കിയിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ചെറുനാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതൊരു സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയം വേണമെന്നൊന്നുമില്ല. അതായത് നമ്മൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയം വരെ അത് അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, ഒരു 2 നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാശ്മീരി മുളക് പൊടിയല്ല ചേർത്ത്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവ് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു മാവിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മൾ ആദ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം വലിയുള്ളി, അതായത് ഒരു ചെറിയ പീസ് വലിയുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഉണ്ടാകുന്ന സമയത്ത് ബജിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഈ ബജിക്ക് മാത്രമല്ല, ഏതിനും പറ്റും. നമ്മൾ മുട്ടയോ കായോ കിഴങ്ങോ ഏത് വെച്ചിട്ടാണെങ്കിലും പറ്റും. മല്ലിയില ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ബജിക്ക് ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്റർ ആക്കി എടുക്കുക. ഒരു കപ്പ് പ്ലസ് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആയിരിക്കും വേണ്ടി വരിക. ഒന്നിച്ച് ഒഴിക്കേണ്ട, നോക്കിയിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. മാവ് തീരെ കട്ടിയില്ലാതെ ലൂസായി പോയാൽ നമ്മളെ ചക്കയിൽ മാവ് പിടിച്ചിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല കട്ടി കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മാവ് മാത്രം വെന്ത് വരും, ഉൾഭാഗത്ത് ചക്ക വേവാത്ത പ്രശ്നം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 1 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചക്കയുടെ പകുതി ഭാഗം മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു അളവിൽ മാവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 നുള്ള് സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കടലമാവാകുമ്പോൾ എന്തായാലും പൊങ്ങി വരും. അപ്പോൾ വേണമെങ്കിൽ മാത്രം അതുകൂടെ ചേർത്ത് മിക്സ് ആക്കുക. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കടച്ചക്ക ഓരോ പീസ് ഈ ഒരു മാവിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറം ഭാഗം നല്ല പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, ഉള്ളിൽ വേവാത്തൊരു പ്രശ്നം വരികയും ചെയ്യും. അങ്ങനെ 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിൽ നിന്ന് എടുക്കാൻ നേരത്ത് തീ ഒന്ന് കൂട്ടി വെക്കണേ, അല്ലെങ്കിൽ ഓയിൽ കൂടുതൽ കുടിക്കുന്നൊരു പ്രശ്നം വരും.
ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ തീയിലിട്ട് കുറച്ച് കൂടുതൽ സമയം ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തീരെ വേണ്ട, ഒഴിവാക്കണം എന്നുള്ളവർക്ക് ആദ്യം പറഞ്ഞതുപോലെ കടച്ചക്ക ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, വെന്ത ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബജിയൊക്കെ എപ്പോഴും നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വേണ്ടവർക്ക് അതും കൂടെ കൂട്ടി കഴിക്കാം. എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു കടച്ചക്കയുടെ ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ കടച്ചക്കയുടെ സീസണൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്